തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. ഈ ശാന്തപ്പന്റെ കയ്യിലുണ്ട്. എന്താ ഐഡിയ? ഇതൊക്കെ പറയാ. ഞാനിത് കുഞ്ഞോളി പരീക്ഷിച്ചതാ, വിജയിച്ചു. കണ്ടില്ലേ അവളിപ്പോ എന്റെ വീട്ടിൽ ഇരിക്കുന്നത്? അതുപോലെ ശ്രേയ മാഡവും നിന്റെ വീട്ടിലിരിക്കും. നീ കണ്ടോ? അതൊക്കെ ശരി, ഐഡിയ എന്താണെന്ന് പറ. വർക്കൗട്ട് ആവൂ? ഉറപ്പല്ലേ? ഞാൻ ആയില്ലെങ്കിൽ വേറെ ഐഡിയ ഉണ്ട്, പക്ഷേ അതിപ്പോ പ്രയോഗിക്കാൻ പറ്റില്ല. അത് ഒരറ്റ കൈ പ്രയോഗം. വശീകരണ മന്ത്രോ കൂടോത്രോ വല്ലോ ആണോ? അയ്യേ, അതൊക്കെ ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ചെയ്യോ? മണ്ടത്തരം. വേറെ വഴിയേ പറയാം. ഇപ്പോ നീ ഞാൻ പറയുന്ന ചെയ്യാൻ നോക്ക്. നോക്കല്ലേ? നോക്കണം. ഈ ശ്രേയ മാഡം ഭർത്താവുമായിട്ട് തല്ലി പിരിഞ്ഞിരിക്കുകയാണല്ലേ? അതെ, ആകാശിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് മാഡം ഇപ്പൊ ഗസ്റ്റ് ഹൗസിലാണെന്ന് തോന്നുന്നു. എന്നാലും എന്ത് കാര്യത്തിനായിരിക്കും അവർ ഉടക്കിയത്? അതാ കബീഷേ, അല്ല കൃപേഷേ, ഞാനും ആലോചിച്ചു. ചിന്തിക്കും തോറും തല പെരുക്കുക. അധികം തല പെരുപ്പിക്കണ്ട, ഉള്ള മുടികൂടി പോവും. അത് ശരിയാ. ആകാശ് വരുമ്പോ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ചോദിച്ചറിയാലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ആകാശേ, അതെ, ഒരു കാര്യം ചോദിച്ചറിയാനുണ്ടായിരുന്നു. എന്താ ഓമനക്കുട്ടേട്ടാ? ഞങ്ങൾ അറിഞ്ഞതൊക്കെ സത്യമാണോ? അറിഞ്ഞ എന്താണെന്ന് പറഞ്ഞാലല്ലേ സത്യമാണോ അല്ലയോ എന്ന് പറയാൻ പറ്റൂ. ആകാശ് സാറിന്റെ ചേട്ടനും ശ്രേയ മാഡവും തമ്മിൽ ഉടക്കിലാണോ? മാഡം ഇപ്പോ ഗസ്റ്റ് ഹൗസിലാണോ താമസം? ആണോ? നിങ്ങൾക്ക് എന്തൊക്കെയാ അറിയേണ്ടത്? ഇതാണോ വലിയ കാര്യം? വർക്ക് ചെയ്യാൻ നോക്കും. ആകാശേ, ഞാൻ ഈ കാര്യം ആലോചിച്ച് തല വിരിപ്പിച്ചിരിക്കുക. എന്താണെന്നൊന്ന് പറ. ആകാശിന്റെ ചേട്ടനും ശ്രേയ മാഡത്തിനും ഇടയിൽ എന്താ പ്രശ്നം? അല്ല, നമുക്കിടയിൽ ഒന്നും ഒളിക്കാനും മറയ്ക്കാനും ഇല്ലല്ലോ. പറയാകാശ. ഞാൻ പറഞ്ഞാ മതിയോ? മതി, ആരായാലും പറഞ്ഞാ മതി. മതിയോന്ന്? മതിയോന്ന്? എന്താ മാഡം? നിങ്ങൾക്കെല്ലാവർക്കും എന്താ അറിയേണ്ടത്? എനിക്കൊന്നും അറിയണ്ട മാഡം. ഒന്നും അറിയണ്ടേ? ഇത്രയും നേരം പറയാകാശേ പറയാകാശേ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ. അതെ, ഞാനും എന്റെ ഹസ്ബൻഡും പിരിഞ്ഞാ താമസിക്കുന്നെ. ഞങ്ങള് ഡിവോഴ്സ് ആവാൻ പോവാ. എത്ര അറിഞ്ഞാ മതിയോ? അതോ എന്തിന്, എപ്പോ, എങ്ങനെ എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയണോ? വേണ്ട മാഡം. അറിയണമെങ്കിൽ പറയാട്ടോ. വേണ്ട മാഡം, ഞാനങ്ങോട്ട്. പറയണോ? മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ് ആണോ നിങ്ങൾക്ക്? ഇനി ആരെങ്കിലും ജോലി ചെയ്യാതെ കഥ പറഞ്ഞു നിൽക്കുന്നത് കണ്ടാ വീട്ടിലിരിക്കും, പറഞ്ഞേക്കാം.